ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ തന്നെയുള്ള എക്സ്പാൻഷൻ പാത്ത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. ഒരു ചെറിയ പ്രശ്നമുണ്ട്, എനിക്കത് വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതായ പ്രശ്നം നോക്കിയാൽ ഞാനൊന്ന് ഇതൊന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഞാൻ എടുക്കാമെന്ന് നോക്കിയിട്ട് നിങ്ങളൊരല്പം സമയം വെയിറ്റ് ചെയ്യണം. പഴയ പ്രശ്നങ്ങൾ അതുപോലെ വരിക. ഞാനൊന്നൊന്ന് എടുത്ത് ഒന്ന് എക്സിറ്റ് ചെയ്യാമെന്ന് നോക്കട്ടെ. എന്നിട്ട് ഒന്നുകൂടെ ഞാൻ ഫയൽ ഒന്നുകൂടെ എടുത്തിടാം. അപ്പോൾ ഒന്നുകൂടെ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പ്രസൻറ്റേഷൻ എടുത്താവേ പ്രസൻറ്റിനാവുന്ന എടുത്തിട്ട് ഓക്കെ. ഇപ്പോൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. കണ്ടോ? ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്തിട്ട്. ഓക്കെ, സോറി. സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് വാട്ട്? എക്സ്പാൻഷൻ പാത്ത്. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ അകത്ത് ഇറ്റ്സ് എ ടെക്നോളജി റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് നമ്മൾ വന്നു. അതുപോലെ തന്നെ വേറെ എന്തുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്താണെന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ എന്തൊക്കെ കണ്ടു? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു അല്ലേ? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനായിട്ട് റിട്ടേൺസ് ടു സ്കെയിലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കിൽ നമ്മൾ കടന്നു വന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഐസോക്കോണ്ടിനെ കുറിച്ച് പഠിച്ചു, ഐസോകോസ്റ്റ് ലൈനെ കുറിച്ച് പഠിച്ചു, പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എക്സ്പാൻഷൻ പാത്ത്. ഓക്കെ, വാട്ട് ഈസ് എക്സ്പാൻഷൻ പാത്ത്? അപ്പോൾ എക്സ്പാൻഷൻ പാത്ത് ഡയഗ്രാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് കുറച്ച് ഐസോകോസ്റ്റ് ലൈനുകളുണ്ട്, കുറച്ച് അതിന് ഇക്വിലിബ്രിയം കൊടുക്കുന്ന ഐസോകോണ്ടുകളുണ്ട്. സോ ബേസിക്കലി എക്സ്പാൻഷൻ പാത്ത് ഇസ് ദ ലോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മാല ഓർക്കുന്ന പോലെ ലോക്കസ് ഓഫ് ടാൻജൻസി പോയിൻറ്റ്സ്. Okay, let it be A, B, C, D tangency points between the successive isocons and isocos lines. Okay, if you draw a line that shows what we can say a tie-up between isocons and their tangency isocos lines, you can get an expansion path. Okay, so this is expansion path. നമുക്ക് നോക്കാം. Expansion path shows the least cost combinations of inputs. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ഇത് ഇക്വിലിബ്രിയം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാത്തത് ഇത് ശരിക്കും ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ. ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് മാത്രമേ നമുക്ക് പൈസ ചിലവുള്ളൂ. നമ്മൾ മിനിമം പൈസ വെച്ച് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻസിൻ്റെ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻസിൻ്റെ ഒരു ലോക്കസ് ആണ് ഈ എക്സ്പാൻഷൻ പാത്ത്. എക്സ്പാൻഷൻ പാത്ത് ഷോസ് ദ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ. ഇവിടെ കോസ്റ്റ് ലീസ്റ്റാണ്, ഇവിടെ കോസ്റ്റ് ലീസ്റ്റാണ്. ഈ ഐസോക്കോണിനെ സംബന്ധിച്ചുള്ള ഇതാണ് എൻ്റെ കോസ്റ്റ് ലിസ്റ്റ്. ഓക്കെ, ഇൻപുട്സ് ഫോർ ദി പ്രൊഡ്യൂസർ വെൻ ഹി എക്സ്പാൻഡ് ഹിസ് ഔട്ട്പുട്ട്. ഓക്കെ, ഹി എക്സ്പാൻഡ്സ് ഹിസ് ഔട്ട്പുട്ട് ഫ്രം 100 യൂണിറ്റ് to 200 യൂണിറ്റ് to 300 യൂണിറ്റ് and then to 400 യൂണിറ്റ്സ്. ഓക്കെ, സോ ഹി എക്സ്പാൻഡ്സ് ഹിസ് ഔട്ട്പുട്ട്. അപ്പോൾ അയാൾ ഔട്ട്പുട്ട് കൂട്ടുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അങ്ങനെ കൂട്ടുമ്പോഴത്തേക്കും ഒരു ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഉണ്ടാവും അല്ലേ? അതായത് ഒരു ഈ ഐസോക്കോണ്ട് 200 യൂണിറ്റ് ആണെങ്കിൽ അതിന് മിനിമം ഇൻപുട്ടേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ അത് ഇവിടെയാണ് അതിൻ്റെ മിനിമം. സോ ദാറ്റ് മിനിമം ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ടാൻജൻസി ഓഫ് ദി ലോവസ്റ്റ് വാട്ട് വി ക്യാൻ സേ ഐസോകോസ് ലൈൻ. അപ്പോൾ ഈ ഐസോകോസ് ലൈനിൽ ഇവിടെ അത് ടാൻജൻ്റ്. അപ്പോൾ പോയിന്റ് ബി നിന്ന് കിട്ടും A, B, C, D. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർ ലീസ്റ്റ് കോസ്റ്റ് അവനെല്ലാം കൂടെ നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു കർവാണ് ഈ എക്സ്പാൻഷൻ പാത്ത്. ഒരു ലൈനാണ്, നോട്ട് കർവ്. ആക്ച്വലി ഇറ്റ് ഇസ് എ ലൈൻ വിച്ച് ഇസ് കോൾഡ് എക്സ്പാൻഷൻ പാത്ത്. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. നോ, ദി എക്സ്പാൻഷൻ പാത്ത് ഹെൻസ് ഇസ് എ ലോക്കസ് ഓഫ് ടാൻജൻസി പോയിന്റ് ബിറ്റ്വീൻ ദി ഐസോക്കോൺസ് ആൻഡ് ദി സക്സസീവ് ഐസോകോസ് ലൈൻ. ഐസോക്കോൺസ് ആൻഡ് സക്സസീവ് ഐസോകോസ് ലൈൻസ് when the producer increases the level of output from 100 unit to 200 unit to 300 unit and 400 unit. Expansion path is given
എക്സ്പാൻഷൻ പാത്ത് ഈസ് ഗിവൺ ഇൻ ദി ഡയഗ്രാം. അപ്പോൾ എക്സ്പാൻഷൻ പാത്ത് ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മറ്റ് ഡയഗ്രവുമായിട്ട് എക്സ്പാൻഷൻ പാത്ത് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആകരുത്. ഓക്കെ, ഓർത്തിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് വഴി കണ്ടെത്തുക. അപ്പോൾ നമ്മൾ എക്സ്പാൻഷൻ പാത്ത് ഈസ് ദ ലോക്കസ് ഓഫ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻസ് ഓഫ് ഐസോകോൺസ് ആൻഡ് സക്സസീവ് ഐസോകോസ്റ്റ് ലൈൻ നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓർക്കണം. പിന്നെ പാരലായിട്ട് ഓരോന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം മറക്കരുതല്ലോ. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് എക്സ്പാൻഷൻ പാത്ത്. സപ്പോസ് ദാറ്റ് പ്രൈസ് ഓഫ് 2 factors labor and capital are such that are represented by the slope of the isocost line AB in figure 96 what four isocost line ABCD UEF what that one GH okay are drawn which shows different level of total cost or total outlay അല്ല, ഇത് നമുക്ക് എത്രയായിരിക്കും? ഇത് നമുക്ക് 1000 രൂപയ്ക്കുള്ളതായിരിക്കും. ഇത് നമുക്ക് 2000 രൂപയ്ക്കുള്ള ഐസോകോസ്റ്റ്. ഇത് 3000 രൂപയുടെ ഐസോകോസ്റ്റ് ലൈൻ ആയിരിക്കും. ഇത് 4000 രൂപയുടെ ഐസോകോസ്റ്റ് ലൈൻ. സമതര ഐസോകോസ്റ്റ് 5000 രൂപയുടെ കാണും. അപ്പോൾ ഓരോ ഐസോകോസ്റ്റ് ലൈൻ ഓരോ ലെവൽ ഓഫ് ഔട്ട്പ്ലേ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഐസോക്കാണ് നമ്മളുള്ള ഇക്വിലിബ്രിയം പോയിന്റുകളുടെ ടാൻജൻസി സൊല്യൂഷനാണ്, അല്ലെങ്കിൽ ടാൻജൻസിയാണ്, അല്ലെങ്കിൽ ലോക്കസ് ആണ് ഇത് നമ്മൾ പറയുന്ന ഐസോകോസ്റ്റ് ലൈൻ. ദ ലൈൻ ജോയിനിങ് ദി മിനിമം കോസ്റ്റ് കോമ്പിനേഷൻ സച്ചസ് E1 E2 E3 E4. അവിടെ E1 E2 E3 E1 കൊടുത്തിട്ടില്ല, ABCD എന്ന് പറയുന്നത്. E1 E2 E3 E4 അല്ലേ? E4 മനസ്സിലായല്ലോ. ഓക്കെ, so E4 is called expansion path because it shows how the factor combination with the firm produces will alter as the firm expands its level of output. Okay, thus the expansion path may be defined as the locus of the points of tangency between the isoproduct or isocons and the isocost line. The expansion path is also known as scale line because it shows how the entrepreneur will change the quantities of 2 factors when it increases the level of output. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആ പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. സോറി കേട്ടോ. ഓക്കെ, വേറെ കൂടുതലായിട്ടൊന്നുമില്ല. നമ്മൾ ഡയഗ്രാം മനസ്സിലാക്കുമ്പോഴത്തേക്കും നമുക്ക് എക്സ്പാൻഷൻ പാത്ത് എന്താണെന്ന് പിടിക്കും. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. എന്ത് സംശയമാണെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, എങ്ങനെ ചോദിക്കുമെന്ന് വിചാരിക്കുന്നു വേണ്ട, നിങ്ങൾ ചോദിക്കാം. ഭയങ്കര മഴയുടെ ഒച്ചയാണ്, അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുനിന്ന് പറയാം, ഓർക്കേം പറയാം. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഒരു ഡയഗ്രാം ഒന്നും ഇല്ലാത്ത, ഡയഗ്രാം ഒന്നും ഉപയോഗിക്കാത്ത ഒരു നമുക്ക് ലിറ്റററി ആയിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടോപ്പിക്കിൻ്റെ അർത്ഥം എന്നാണ്, ഇതിൻ്റെ അകത്ത് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ? ഇക്കോണമീസ് ഓഫ് സ്കെയിൽ റെഫർ ടു ദി റെഡ്യൂസ്ഡ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഫേം വെൻ ഇറ്റ് ഇൻക്രീസ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു ഫേം അതിൻ്റെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുമ്പോഴത്തേക്കും അതിന് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ആണെങ്കിൽ നമ്മളൊരു 10 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ 100 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി റോ മെറ്റീരിയൽ മേടിക്കാൻ പറ്റും, ഒത്തിരി ബട്ടൺസ് മേടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴല്ലോ നമുക്ക് ഒരു ബട്ടൺസിന് കൊടുക്കുന്ന വില കുറച്ച് ഇച്ചിരി കൂടുതൽ നമുക്ക് ബട്ടൺസ് മേടിക്കാൻ പറ്റുന്നുണ്ട്, കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, തുണിയുടെ വിലയും കുറച്ച് വെക്കാൻ പറ്റും, കൂടുതൽ തുണിയൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പം ചെറുകിടക്കാരെക്കാളും ലാഭം വൻകിടക്കാരാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവം നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇക്കോണമീസ് നേട്ടങ്ങളെന്നാണ് അതിനർത്ഥം, അല്ലെങ്കിൽ ഡിസിക്കോണമീസ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് ചില നേട്ടങ്ങൾ, കൂടുതൽ ബെനിഫിറ്റ്, നമ്മൾ എക്സ്ട്രാ ബെനിഫിറ്റ് എന്നൊക്കെ നമുക്ക് ഇക്കോണമീസ് എന്നുള്ള വാക്കിന് വേണം. ഇക്കണോമിക്സ് നല്ല കേട്ടോ, എക്സ്ട്രാ ബെനിഫിറ്റ്സ് ലൈക്ക് മോർ ഔട്ട്പുട്ട് ലെസ് ഇൻപുട്ട് കോസ്റ്റ് അല്ലേ, ഇൻപുട്ട് കോസ്റ്റ്. സോ ഓൾ സച്ച് ബെനിഫിറ്റ്സ് വി ആർ ഗെറ്റിംഗ് വെൻ യു ആർ ഇൻക്രീസിങ് ദി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓർ ഇൻക്രീസിങ് ദി വോളിയം ഓഫ് ഔട്ട്പുട്ട്. അതാണ് സ്കെയിൽ എന്ന് പറയാം. So when we are increasing the scale of output or level of output, we can get what we can say, we can get additional benefit in the form of more output or less input usage, etc. So അതാണ് economies of scale. Economies of scale refers to the reduced cost advantage experienced by a firm when it increases the level of output. The advantage may be due to several factors including reduced wage, average fixed cost, large scale procurement of raw materials, സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ, ടെക്നോളജിക്കൽ ഇക്കോണമീസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ അഡ്വാൻറ്റേജ് എങ്ങനെയൊക്കെയാണ്? പല കാരണങ്ങളല്ല. ഒന്നെങ്കിൽ ഇൻക്ലൂഡിങ് റെഡ്യൂസ്ഡ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ഒന്നെങ്കിൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കുറവായതുകൊണ്ടായിരിക്കും നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ലാർജ് സ്കെയിൽ റിക്വയർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ, ഒന്നെങ്കിൽ ഇഷ്ടംപോലെ റോ മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ടെക്നോളജിക്കൽ ഇക്കോണമീസ്, അപ്പോൾ ഇതെല്ലാം നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനും ഔട്ട്പുട്ട് കൂട്ടാനുമുള്ള ചില വഴികളാണ്. നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് നമ്മൾ
ലോങ് റണ്ണിൽ 100 യൂണിറ്റ്, ഒരു 1000 യൂണിറ്റ്, 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ചില ബെനിഫിറ്റിനെ നമ്മൾ ഇക്കോണമി ഓഫ് സ്കെയിൽ എന്ന് പറയും. ഉദ്ദേശം അതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ദി അഡ്വാൻറ്റേജ് മേ ബി ഡ്യൂ ടു സെവറൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് റെഡ്യൂസ്ഡ് ആവറേജ് ഫിക്സഡ്, നമുക്ക് സാധാരണ ഫിക്സഡ് കോസ്റ്റ് കുറച്ച്, ലാർജ് സ്കെയിൽ പ്രൊക്യൂർ റോ മെറ്റീരിയൽ നമുക്ക് കൂടുതലായിട്ട് എടുക്കും, അപ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടും. സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ, നമ്മുടെ നിലവിലുള്ള തൊഴിലാളികളുണ്ടല്ലോ ഭയങ്കര മിടുക്കരായിരിക്കും, ഒരേ ജോലി ചെയ്ത്. ഓക്കെ, പിന്നെ ടെക്നോളജി ഓഫ് ഇക്കോണമീസ്, നമുക്ക് പറയാം ടെക്നോളജി ഇക്കോണമീസ് എന്ന് പറഞ്ഞിട്ടല്ലോ. നമുക്ക് ഇപ്പം ചിലവാണെങ്കിൽ ഒരു 1 കോടി രൂപ വെച്ച് നമുക്ക് ഒരു മെഷീനറി മേടിക്കുകയാണെങ്കിൽ 1000 എണ്ണയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഒരു 10 കോടി രൂപയുടെ മെഷീനറി മേടിക്കുകയാണെങ്കിൽ 10 കോടി രൂപ മേടിക്കുകയാണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപയുടെ നമുക്ക് 10,000 അല്ല 1 ലക്ഷം രൂപ മെഷീനറി 1 ലക്ഷം ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാ ലാഭം? ഇതാ നല്ലത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് മേടിക്കുന്നത്? ഇത്രയും വിറ്റ് പോകുന്നുള്ള പേടിയോ ഉള്ളതാണ്. ഇത്രയും വിറ്റ് പോവുമോ, ഈ 10,000 അല്ലെങ്കിൽ 1 ലക്ഷം വിറ്റ് പോകുക എന്നുള്ള പേടിയുണ്ട് നമ്മൾ ഇതേ കൊടുക്കും, മെഷീനറി ചെറുതാക്കി വയ്ക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പറയുക, ലാർജ് സ്കെയിലിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നേട്ടമുണ്ട്. അങ്ങനെ ടെക്നോളജിക്കലും അങ്ങനെ നേട്ടമുണ്ട്. ഓക്കെ, നമുക്ക് നല്ല ടെക്നോളജി വരും, അപ്പോൾ ലോ കോസ്റ്റ് ആയിരിക്കും, കൂടുതൽ ഔട്ട്പുട്ട് ആയിരിക്കും. പിന്നെ ടെക്നോളജിക്കൽ ഇക്കോണമീസ് പറയും. ഇക്കോണമീസ് ഹെൽപ്പ് these economies helps the firms to reduce the cost of production and helps them to get more profit. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കുകയും ഔട്ട്പുട്ട് കൂട്ടുകയും പ്രോഫിറ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യുന്ന ഒരു ഫിനോമിനാണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ബെനിഫിറ്റ്സിനാണ് നമ്മൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ മേ ബി റിയൽ ഓർ പെക്യൂനറി. നമ്മൾ ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. പിന്നെ ഓക്കെ, എന്താണ് റിയൽ ഓർ പെക്യൂനറി? Economies of scale may be real or pecuniary. Real economies are the low cost of production from specialization. അപ്പോൾ സ്പെഷ്യലൈസേഷൻ്റെ ഫലമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നു, പിന്നെ ചെയ്യുന്നു, അത് തന്നെ ചെയ്യുന്നു, നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെയാണ്, അത് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നു, അതിൻ്റെ ഓരോ മൈന്യൂട്ട് ആസ്പെക്റ്റിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, നമ്മൾ ഭയങ്കര മിടുക്കരായി തീർന്നു. സോ അങ്ങനെയുള്ള ഇക്കോണമീസിനെയാണ് റിയൽ ഇക്കോണമീസ്. അതെന്തുകൊണ്ടൊക്കെയാണ് വരുന്നത് നോക്കുക. ഒന്ന്, ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ യൂസ് എ ബെറ്റർ ടെക്നോളജി ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നമ്മൾ ഉദാഹരണം കൂടുതൽ ഔട്ട്പുട്ടൊന്നും വെറുതെ സൂക്ഷിച്ച് വെക്കാതെ കറക്റ്റ് ഔട്ട്പുട്ട് സൂക്ഷിച്ച് വെച്ചിട്ട്, എന്താ പറയുക, സ്റ്റോക്ക് കുറച്ച് വെച്ചിട്ട് നമുക്ക് കറക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ വില കൂടുന്ന സമയത്ത് വില കുറഞ്ഞ സമയത്ത് സ്റ്റോക്ക് കൂട്ടി വെച്ചിട്ട് വില കൂടുന്ന സമയത്ത് നമ്മൾ വിറ്റിട്ട്, അപ്പോൾ അങ്ങനെ പല തന്ത്രങ്ങളും നമ്മൾ ഉപയോഗിക്കും. ഇത് രണ്ടല്ലേ, 1 2 1 ഓക്കെ 1 2 3 okay. So because of all these positive factors, you can reduce your cost. Similarly, you can enhance the level of output. Okay, similar large scale selling, നമ്മൾ ലാർജ് സ്കെയിലായിട്ട് സെല്ല് ചെയ്യും ഒരെണ്ണമല്ല, അപ്പോൾ പരസ്യം കൊടുക്കുന്നതിന് നേട്ടമല്ലേ. അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് ഇക്കോണമീസ്. ട്രാൻസ്പോർട്ട് അല്ലേ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് 5 കട കൊടുക്കുന്ന പോലെയാണോ 2 കിലോമീറ്റർ ഉണ്ട് ഒരിടയ്ക്ക് 10 കട കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റോറേജ് ഇക്കോണമീസ്, നമ്മൾ ഒരുമിച്ച് സ്റ്റോർ ചെയ്യും. ഓൾ ഹെൽപ്സ് ടു റെഡ്യൂസ് കോസ്റ്റ്. ഇതെല്ലാം കോസ്റ്റിനെ കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. Pecuniary economies are mainly due to bulk buying of raw materials, low transportation cost, low wages, lower cost of finance, etc. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടാണ് പെക്യുനറി ഇക്കോണമീസ് ഉണ്ടാകുക. ഓക്കെ, യു ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് വാട്ട് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമുക്ക് പരീക്ഷ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ ഇക്കോണമീസ് ഓഫ് സ്കെയിലിനെ കാണണം. ദേ ആർ ബേസിക്കലി സം ബെനിഫിറ്റ്സ് ദ ഫേം ഈസ് obtaining because it is enhancing output, and enhanced output is mainly because of you are getting more raw materials, procuring more raw material, getting good technology, we are specializing our labor, etc. Now we are going to see what is diseconomies of scale, or what are diseconomies. Diseconomies it is actually opposite of economies. Sorry, ആക്ച്വലി ഇക്കോണമീസ് ബെനിഫിറ്റ് ആണെങ്കിൽ ഡിസെക്കോണമീസ് നമുക്ക് കിട്ടുന്ന നഷ്ടങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് നഷ്ടങ്ങളുണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചിലവ് കൂടുതൽ വരുമോ, അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമോ, അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരാം. ശരിയല്ലേ, അതിനെയാണ് നമ്മൾ ഡിസെക്കോണമീസ്. എന്താണ് ഡിസെക്കോണമീസ് എന്ന് പറയുന്നത്? ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ റെഫേഴ്സ് ടു ഇൻക്രീസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെൻ ദി ഫോം റൈസസ് ദി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുക, ഔട്ട്പുട്ട് കൂടുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമല്ലേ, വരാം. അപ്പോൾ ഔട്ട്പുട്ട് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമോ? ചില വ്യവസായങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിസെക്കോണമീസ് എന്ന് പറയുക. ദ മെയിൻ ഫോം ഓഫ് ഡിസെക്കോണമീസ് ഇസ് മാനേജറിയൽ ഡിസെക്കോണമീസ്. നമ്മുടെ കൈ നിൽക്കില്ല. നമ്മളെ ഒരു മീൻകടയൊക്കെയാണെന്ന് വിചാരിച്ചത്, ചുമ്മാ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. നമ്മൾ കുഞ്ഞും തട്ടുകട മീനൊക്കെ ആണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു 10 കിലോ മീൻ വെച്ച് വേണമെങ്കിൽ നമുക്ക് അയലോക്കാർക്ക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ശരിയല്ലേ? വലിയൊരു ഭയങ്കര കടയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയാൻ പറ്റും അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ മതി പറഞ്ഞു ചോദിച്ചാൽ. അങ്ങനെയല്ല, എത്ര കാലം ഫ്രിഡ്ജ് ഇരിക്കും? ചിലപ്പോൾ ഒരു പക്ഷേ ലോക്ക്ഡൗൺ ആണെങ്കിലോ അല്ലേ, ഒക്കെ പൂട്ടി പോകും. എന്തായാലും നഷ്ടം അതിനകത്ത് കുറേ വരും. അപ്പോൾ അങ്ങനെ നഷ്ടങ്ങൾ വരാം. അപ്പോൾ അതിനെ നമ്മൾ ചിലപ്പം ചില ഇൻഡസ്ട്രികളിൽ വ്യവസായങ്ങളിൽ ഇതുപോലെ
ലാർജ് സ്കെയിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിൽക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് സ്റ്റോക്ക് ചെയ്ത് സൂക്ഷിക്കുന്ന പോലെ നമ്മൾ സൂക്ഷിക്കാം, നമ്മൾ നോക്കണം. റോ മെറ്റീരിയൽ സൂക്ഷിക്കുന്നത് ചിലപ്പോൾ കേടായി പോയിരിക്കും ഒത്തിരി റോ മെറ്റീരിയൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഔട്ട്ഡേറ്റഡ് ആയി തീരുമായിരിക്കും അല്ലേ. നമ്മൾ ഡ്രസ്സൊക്കെയാണ് ഒരു പ്രത്യേക രീതിയിൽ ഉള്ളിൽ ടെക്സ്റ്റൈൽ കടയാണെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലവായി പോയില്ല, എന്നാൽ ഈ റിഡക്ഷൻ സെയിലിൽ ഇടേണ്ടി വരും. ഓക്കെ ഇതന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസെക്കോണമീസ് ഞാൻ മാനേജീരിയൽ ഡിസെക്കോണമീസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഹിയർ ദി ഫേം ഈസ് നോട്ട് ഏബിൾ ടു മാനേജ് ഹൈ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ദെയർ കോഴ്സ് ഇൻക്രീസ് പെർ യൂണിറ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻ. ഇൻവെൻട്രി മീൻസ് മാനേജ്മെൻറ്റ്. റോ മെറ്റീരിയൽ ഭയങ്കരമായിട്ട് കൂടുതൽ മേടിച്ച് വെക്കുന്നു, ഔട്ട്പുട്ട് വിൽക്കാതെ സൂക്ഷിച്ച് വെക്കുന്നു, അറിയാതെ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു, ഔട്ട്പുട്ട് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യേണ്ടി വന്നു, അപ്പോൾ നഷ്ടമായി പോയി, പൈസ അവിടെ ബ്ലോക്കായി കിടക്കല്ലേ. സ്കേഴ്സിറ്റി ഓഫ് റോ മെറ്റീരിയൽ ചിലപ്പോൾ കിട്ടാതെ വരുന്നു, ആബ്സെൻസ് ഓഫ് സ്കിൽ ലേബർ, നല്ല നല്ല തൊഴിലാളികളെ കിട്ടാതെ വരുന്നു. സോ ഓൾ ദീസ് കോസസ് increase in the cost of production for the firm. So that is why when your output is increasing, you can have losses. When your output is increased, you have to face losses mainly because of these type of factors. Okay, then due to inverse relation between per unit fixed cost and quantity produced, ഇത് നമുക്ക് പറ്റില്ല, ഇത് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ബാക്കി. ഇത് ഗ്രേറ്റർ ദി ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്, സോറി കേട്ടോ ഈ സെൻറ്റൻസ് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. കുറച്ചധികം 2-3 മിസ്റ്റേക്ക് നമുക്കിവിടെ വന്നിട്ടുണ്ട്, ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ളൊരു മിസ്റ്റേക്കിലാണ്, ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, ദ ഗ്രേറ്റർ ദി ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ദ ലോവർ ദ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഔട്ട്പുട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും തോറും എന്ത് ചെയ്യും, പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് പറയും. കാരണം നമ്മളൊരു മെഷീനറി വെച്ച് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയാണ് ഒരു മെഷീനറി വെച്ച് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ല. അപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് കുറയാം. നമ്മൾ മെഷീനറിക്ക് മൊത്തം ഉണ്ടല്ലോ 1000 രൂപയാണെങ്കിലുണ്ടല്ലോ, 1000 രൂപയാണെങ്കിലോ പെർ യൂണിറ്റ് കോസ്റ്റ് ഇവിടെ 100 രൂപ വരും. 100 രൂപയാണോ? അല്ല 10 രൂപ വരും. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 1000 യൂണിറ്റ് പറയുകയാണെങ്കിൽ 1 രൂപ വരുള്ളൂ, ശരിയല്ലേ, പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ്. അപ്പം ഹയർ ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട് lower will be the per unit fixed cost. Economies of scale also result in fall in average variable cost, etc. Okay, with an increase in output. This is brought about operational efficiencies and synergies as a result of increasing scale of production. അപ്പോൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കൂടുതൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഒരു പക്ഷേ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടും, എഫിഷ്യൻസി കൂടും, അങ്ങനെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റും. ഓൾ ദോസ് റെഫേഴ്സ് ടു ഇക്കോണമീസ് ഓഫ് പ്രൊഡക്ഷൻ, ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, സിമിലർലി ദർ ഈസ് ഡിസ്ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആസ് വെൽ. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്ക് കോംപ്ലക്സ് പ്രൊഡക്ഷൻ യൂണിറ്റ്സാണ്. ഇത് ഒരു ഡയഗ്രത്തിനും കൂടെ ഹെൽപ്പ് ഉണ്ട്, ആ ഡയഗ്രം ഞാൻ ഇവിടെ വരയ്ക്കാത്തതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരീക്ഷ എടുക്കാറാകുമ്പോൾ അത് എടുക്കുന്നത് എനിക്ക് ഇച്ചിരി താല്പര്യം. അത് ഇച്ചിരി ഈ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അന്നേരം ആ സമയം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തു ഇരിക്കും. അപ്പോൾ ഞാൻ ഒരു ഡയഗ്രം കൂടെ വരയ്ക്കാനുണ്ട്, ആ ഡയഗ്രം കൂടെ വരയ്ക്കണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. കാരണം ഇച്ചിരി ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച റഫായിട്ടുള്ളൊരു ഫയൽ, അതുകൊണ്ട് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഞാൻ ഫയൽ ഇച്ചിരി നന്നായിട്ട് കറക്റ്റ് ചെയ്തിടാം. ഓക്കെ, ഒരു ഫയൽ ഓപ്പൺ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പലപ്പോഴും എന്താണ് പറയുക, നമ്മൾ ചില ഫയൽസൊക്കെ നമ്മളിവിടെ തപ്പിയാൽ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓൾഡ് ഫയലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു ദ തിയറി ഓഫ് കോസ്റ്റ്. എന്താണ് തിയറി ഓഫ് കോസ്റ്റ് തിയറിയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പം കോസ്റ്റ് തിയറിക്കകത്ത് നമ്മൾ ഇവിടെ പഠിച്ച പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷനായിട്ട് ഭയങ്കര അടുത്ത ബന്ധമുള്ളൊരു ടോപ്പിക്കാണ് കോസ്റ്റ് തിയറി. കോസ്റ്റ് തിയറിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്നാണ്. The cost of production is an important component of microeconomic theory. Cost is divided into short run and long run cost in terms of time element. എന്തുകൊണ്ടാണ് നമ്മൾ കോസ്റ്റിനെ ഷോർട്ട് എന്നും ലോങ് എന്നും പറയുന്നത്? കാരണം ടൈം എലമെൻറ്റ്. ചില ഫാക്ടേഴ്സ് നമുക്ക് ഷോർട്ട് റണ്ണിൽ മാറ്റാൻ പറ്റിയില്ല, നമ്മളതിനെ ഫിക്സഡ് ഫാക്ടർ എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ചിലവിനെ നമ്മൾ എന്തെന്ന് പറയും? ഫിക്സഡ് കോസ്റ്റ് എന്നും പറയും. So fixed factor, fixed cost, the fixed factor cannot be changed in the short run. Okay, in the long run all factors are variable. Okay, hence all costs are variable cost. In the short run, there can be fixed cost as well as the variable cost, because some factors are fixed like capital, some factors are variable like raw material and labor. So there can be both fixed and variable factors and fixed and variable costs in the short run. But in the long run, since all factors are variable, all costs are variable costs. Now we are going to see what is short run and cost and short run cost function. മനസ്സിലായാലും നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റ് എന്താണെന്ന് കാണാൻ പോവാം, ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് കാണാൻ പോവാം. ഷോർട്ട് റൺ കോസ്റ്റ് ഈസ് ഇൻകേർഡ് ഓവർ എ ടൈം പീരിയഡ് where some factors are fixed whereas some other factors are variable. ഓക്കെ, അപ്പോൾ ഷോർട്ട് റണ്ണിൽ ചില ഫാക്ടേഴ്സ് ഫിക്സ്ഡ് ആയിരിക്കും, ചില ഫാക്ടേഴ്സ് വേരിയബിൾ ആയിരിക്കും നമ്മൾ പറഞ്ഞാൽ. സോ അണ്ടർ ഷോർട്ട് റൺ കോസ്റ്റ് there are fixed cost and variable cost. The short run cost function can be written as C is a function of what? Q,
cost is a function of what? Outputs, technology. Then what we can say? Price of factors of production. Okay, similarly capital. Okay, നമ്മൾ സിമ്പിളായിട്ട് പറയാം, ഔട്ട്പുട്ട് ചേഞ്ച് അനുസരിച്ച് ലേബറും ചേഞ്ച് ചെയ്യുക. Sorry. So this is the cost function in short run. All these are what we can say variable. Output can be changed in accordance with what we can say level of labor. Usually under short run cost process, level of technology, factor prices, capital, equipment, land, etc. remains constant. അപ്പം നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ഇതിനെ വേറെ രീതിയിലും പലയിടത്തും കാണുന്നുണ്ട്. ഇതിനെ നമുക്ക് കോസ്റ്റ് ഫംഗ്ഷൻ അല്പം മാറ്റിയിടാം. സി ഈസ് എ ഫംഗ്ഷൻ ഓഫ് വാട്ട് വി ക്യാൻ സേ ഔട്ട്പുട്ട്, ലേബർ, വാട്ട് വി ക്യാൻ സേ ടെക്നോളജി, പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ, എക്സെട്ര നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലേബറിന് വരെ നമ്മളിവിടെ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. ക്യൂ ആണ് കറക്റ്റായിട്ട് നമ്മൾ എഴുതേണ്ടത്. ചിലപ്പോൾ നമുക്ക് ലേബറും ഇട്ട് കാണുന്നുണ്ട്. So that is about the short run cost function. Okay, output changes. Okay, output change ഇതൊക്കെ ചേഞ്ച് ചെയ്യാതിരിക്കും. കിട്ടിയില്ല. Now what is long run cost and the long run cost function? Long run cost are the cost over a period of time where all costs are variable costs. അപ്പോൾ എല്ലാ ഫാക്ടേഴ്സും എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കോസ്റ്റും അങ്ങനെ ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. Here all the factors production are variable. The firm can change its output and machineries. അപ്പോൾ ഇവിടെ എന്ത് ടെക്നോളജി മാറും, ഫാക്ടേഴ്സ്, പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് മാറും, ക്യാപിറ്റൽ മാറും, അല്ലേ, ഔട്ട്പുട്ട് മാറും, എല്ലാ സംഭവങ്ങളും മാറും. ക്യാപിറ്റൽ നമ്മൾ ആഡ് ചെയ്തിട്ട് ക്യാപിറ്റലും മാറും. ഹിയർ ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. Still, while studying the long run cost function, for simplicity's sake, we assume that the technology, price of factors and production remains constant. In all other factors, production function remains constant when the cost function can have a function which is related to the level of output. C is a function of Q. അപ്പോൾ നമ്മൾ സാറിന് പറയുകയാണെങ്കിൽ കോസ്റ്റ് എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മൾ എത്രമാത്രം യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, നമ്മൾ എത്രമാത്രം യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും എന്ത്? നമ്മുടെ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഔട്ട്പുട്ടിനെ. ദി ഫോളോയിങ് ഡയഗ്രാം ഷോസ് ദി ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ ചേഞ്ചസ് ദി ടോട്ടൽ ഔട്ട്പുട്ട് വെൽ അസ്യൂമിങ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഔട്ട്പുട്ടാണ്, ഇത് ടോട്ടൽ കോസ്റ്റാണ്. ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പോഴത്തേക്കും ഇത്രയെങ്കിലും വരും. എന്താണ് നമ്മൾ പറയുന്നത്? കോസ്റ്റ്. കുറേ ഫിക്സഡ് ഫാക്ടേഴ്സ് ആട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനാണ്. നമ്മളിവിടെ ടിപ്പിക്കലായിട്ട് പറഞ്ഞേക്കുന്നത് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനാണ്. ഇവിടെ എന്തൊരു ഒരു ഫിക്സഡ് കോസ്റ്റ് വരും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഔട്ട്പുട്ട് 0 ആണെങ്കിലും, ഒരു സെക്കൻഡ്, ഔട്ട്പുട്ട് 0 ആണെങ്കിലും ഇത്രയും കോസ്റ്റ് വരും. അതെന്താ? ഫിക്സഡ് കോസ്റ്റാണ്. നമ്മൾ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തു, നമ്മളൊരു അപ്പോൾ അതിനിടയ്ക്ക് ബിൽഡിംഗ് വേണം, മെഷീനറി വേണം, അതെല്ലാം ഫിക്സഡ് അല്ലേ? അതെ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് പോലും ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ ലോക്ക്ഡൗണിൽ അടച്ചിടുമ്പോഴും ആ കോസ്റ്റ് നമ്മളവിടെ കൊടുക്കണം. കാരണം ഓൾറെഡി നമ്മളത് മേടിച്ചിട്ടേക്കുക. അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. ലോൺ എടുത്ത് മെഷീനറി മേടിച്ചതിൻ്റെ, പിന്നെ കുറേ വാടകളെല്ലാം കൊടുക്കുന്നത്. സോ ഓൾ ദോസ് ആർ ഫിക്സഡ് കോസ്റ്റ്. Okay, the other is are remaining. So others are what we can say variable. This is the cost function. The cost is a function of what? The level of outputs. Okay, the cost is a function of what? Level of outputs. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രഡീഷണൽ തിയറി. അതിനൊരു ഇൻട്രഡക്ഷൻ കൂടെ തന്നിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക, എന്താണ് ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ്? നമ്മൾ പരമ്പരാഗതമായിട്ട് കോസ്റ്റ് തിയറി എങ്ങനെയാണ്? 2 തിയറികളുണ്ട്, ട്രഡീഷണൽ തിയറി, മോഡേൺ തിയറി. ട്രഡീഷണൽ തിയറിയിലെല്ലാം യു ആയിരിക്കും. മോഡേൺ തിയറി ചിലതൊക്കെ എന്താണ്? സോസർ ഷേപ്ഡായിരിക്കും, ചില എൽ ഷേപ്ഡായിരിക്കും, ചില കോസ്റ്റ് കർവിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഓക്കെ, ദ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് ഡിവൈഡ്സ് കോസ്റ്റ് ഇൻറ്റു ഷോർട്ട് റൺ then the traditional theory of cost divides cost into short run cost and long run cost. The traditional theory cost ne short run cost and long run cost. This is because some factors remain fixed in the short run. For traditional theory, most of the cost curves are U-shaped. On the other hand, in the case of modern theory, there are saucer-shaped cost curves like SIVC curves. The SIVC curve is also not U-shaped under the modern theory. അപ്പോൾ മോഡേൺ തിയറി ഉണ്ട്, ട്രഡീഷണൽ തിയറി ഉണ്ട്. ട്രഡീഷണൽ തിയറി എല്ലാം തന്നെ U-shaped ആയിരിക്കും. മോഡേൺ തിയറിയിൽ കുറച്ച് saucer shaped cost curve ഉണ്ട്, SIVC. ദെൻ ലോങ് റൺ കോസ്റ്റ് ഒക്കെ എൽ ഷേപ്ഡ് ആയിരിക്കും, ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ അങ്ങനെ പല പ്രത്യേകതകളും മോഡേൺ തിയറിക്കുണ്ട്. ട്രഡീഷണൽ തിയറി മിക്ക കോസ്റ്റുകളും യു ഷേപ്ഡ് കോസ്റ്റ് കർവിലായിരിക്കും. ഓക്കെ, so that is about the traditional theory and modern theory. We are going to see in the next class what is traditional theory and modern theory. ഇനി നമുക്ക് സോറി കേട്ടോ, ഓക്കെ. സോ ഷോർട്ട് റൺ കോസ്റ്റ് അണ്ടർ ട്രഡീഷണൽ തിയറി. ഇപ്പോൾ ട്രഡീഷണൽ തിയറിയിൽ ഞാനൊരു ബ്രീഫ് ഇൻട്രഡക്ഷൻ തന്നിട്ട് എന്തൊക്കെയാണ് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട്
ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഔട്ട്പുട്ട് ഇതുണ്ടോ. ഔട്ട്പുട്ട് ഇവിടെ നമ്മളിങ്ങനെ രേഖപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യും, ടോട്ടൽ കോസ്റ്റ് ഇതാണ് ശരിക്കും പറഞ്ഞ ഫിക്സഡ് കോസ്റ്റ് ആദ്യമേ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഔട്ട്പുട്ട് 0 ആണെന്നുണ്ട്. അപ്പോൾ അവിടെ തൊട്ടാണ് വേരിയബിൾ കോസ്റ്റ് തുടങ്ങുന്നത്. ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. രണ്ട് കോസ്റ്റും കൂടെ ഇനി നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെയാണ്. ഔട്ട്പുട്ട് 0 ആകുമ്പം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 0 ആയി. പിന്നെ ഔട്ട്പുട്ട് കൂടുന്തോറും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ TC എന്ന് പറഞ്ഞാൽ TFC പ്ലസ് TVC ആണല്ലോ. TFC പ്ലസ് TVC ആണല്ലോ. ഇതാണ് TC. ഈ TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ TVC പ്ലസ് ഈ TFC ആണ്. ഓക്കെ, റിമെമ്പർ ഈ TFC പ്ലസ് ഈ TVC ആണ്. ഓക്കെ, TC. അപ്പോൾ നമുക്ക് TCയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്ലോപ്പ് തന്നെയായിരിക്കും, വേരിയബിൾ കോസ്റ്റിൻ്റെ സ്ലോപ്പ് തന്നെയായിരിക്കും TCയുടെ സ്ലോപ്പ്. ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണെന്നൊക്കെ ഏകദേശം നമുക്ക് നന്നായിട്ട് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ TC എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് ടോട്ടൽ കോസ്റ്റിൻ്റെ സ്ലോപ്പ് തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ സ്ലോപ്പ് തന്നെയായിരിക്കും. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇതായി ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് അങ്ങനെ പോകും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇത് ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണല്ലോ. അത് ശരിക്കും പറയാൻ ഫിക്സഡ് കോസ്റ്റ് ഔട്ട്പുട്ട് 0 ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഉള്ളതുകൊണ്ട് ഇവിടെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. സോ ദാറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് കർവ്, total cost here, total variable cost here, and total fixed cost here in the short run. Remember, in the short run, not in the long run. പിന്നെ അതർ കോസ്റ്റുകളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച കുട്ടികൾ, സയൻസ് പഠിച്ച കുട്ടികൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്ലസ് ടു പഠിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ അതുകൊണ്ട് പ്ലസ് ടു പഠിക്കാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വേറെ കുറേ കോസ്റ്റുകളുണ്ട്. ആവറേജ് കോസ്റ്റ് കർവ്, മാർജിനൽ കോസ്റ്റ് കർവ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ്. ഓക്കെ, അതെങ്ങനെയാണ് കണക്കിലെടുക്കുന്നത്, എല്ലാത്തിനും ഔട്ട്പുട്ടോട് ഡിവൈഡ് ചെയ്യുമ്പോൾ കേട്ടോ. വേരിയബിൾ കോസ്റ്റ് അങ്ങനെയല്ല. ഓക്കെ, ഇപ്പോൾ ഇനി 4-5 കോസ്റ്റ് കോൺസെപ്റ്റ് ഉണ്ട്. ഞാനിവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ഇട്ടേക്കുന്നത്, കാരണം ഇത് വരയ്ക്കാൻ ഭയങ്കര പാടായതുകൊണ്ട്. ഇത് എന്താണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, റെക്റ്റാങ്കിൾ ഹൈപ്പർബോള. പിന്നെ എല്ലാ കോസ്റ്റും കൂടെ കൂടിയ ടോട്ടൽ കോസ്റ്റ് ഇങ്ങനെ യു ഷേപ്ഡ് ആയിരിക്കും. മാർജിനൽ കോസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കൂടി അങ്ങ് ആകാശത്തിലേക്ക് പോകും. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇതുപോലെ തന്നെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. അപ്പോൾ എങ്ങനെ വരയ്ക്കേണ്ടതെന്നൊക്കെ അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വരയ്ക്കേണ്ടത് ഭയങ്കര പ്രധാനപ്പെട്ട, നമ്മൾ തെറ്റിച്ച് വരച്ച് കഴിഞ്ഞാൽ പണി വരും. അത് വരയ്ക്കാൻ നമുക്ക് എല്ലാ പടവും നന്നായിട്ട് വരയ്ക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇക്കണോമിക്സിലെ ഒരു ചെറിയ വരവുള്ള ഒരു കോസ്റ്റ് കർവ് വരയ്ക്കാൻ ഭയങ്കര മടിയായിരിക്കും നമുക്ക്. നമ്മളത് വരയ്ക്കുമ്പോഴല്ലോ ഇങ്ങനെ ഒരു കോസ്റ്റ് കർവ് വരയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ച് വെക്കും. അങ്ങനെ അത് കറക്റ്റായല്ലോ. അപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ വരച്ച് വെക്കും. കുറ്റം പറയാൻ ഇങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയല്ല വരയ്ക്കേണ്ടത്. നമുക്കിങ്ങനെ ഇത് തന്നെയാണ് എന്ത് ടോട്ടൽ കോസ്റ്റ്, അങ്ങനെ തന്നെ നമുക്ക് ഇത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ തെറ്റായിട്ട് വരച്ചതാണ്, അറിയാതെ ശരിയായിപ്പോയി. അപ്പോൾ അത് അങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഓരോ കർവ് എങ്ങനെ വരയ്ക്കണം, ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ നല്ല വരയിട്ട് കൊണ്ടോ ഇങ്ങനെ കണ്ടോ, കറക്റ്റാണ്. ഹൈപ്പർബോള പോലെ തോന്നുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ വരയ്ക്കണം. നമ്മൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് വരയ്ക്കാം. പിന്നെ നമുക്ക് ടോട്ടൽ കോസ്റ്റിന് യു ഷേപ്ഡ് നമ്മൾ നല്ല വരയ്ക്കാൻ നോക്കിയാൽ പറ്റുമല്ല. എന്നെക്കാളും എന്തായാലും നിങ്ങൾക്ക് എല്ലാം വരയ്ക്കാൻ അറിയാം. പിന്നെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലോട്ട് അങ്ങ് അങ്ങ് തുടങ്ങുന്നു. ഇത് വരച്ചാൽ ഇവിടെ വാടവട്ടം കൂടി കണ്ടോ ഒരു പാറ്റേൺ തോന്നില്ലേ? ഇത് അങ്ങനെയാണ്. ഏത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈ സംഭവം വരച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത് വരയ്ക്കാനുള്ളതിനറിയാം. ഇതിൻ്റെ എല്ലാം മിനിമത്തിൽ കൂടെ ടക്ക് ഇങ്ങനെ അങ്ങ് വരച്ചിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ മിനിമത്തിൽ കൂടെ മാർജിനൽ കോസ്റ്റ്. ഇവിടെ വേണം ഈസി. 4 ഡയഗ്രം എങ്ങനെ വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. കണ്ടു കഴിഞ്ഞാൽ ഒരു കിളിക്കൂട് പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ വരയ്ക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തിയറി പഠിക്കുകയും വരയ്ക്കുന്ന ഒരു ടെക്നിക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഓക്കെ, സോ അത് മതി നമ്മൾ ഇന്നത്തെ ക്ലാസ്. എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിലേക്ക് പോകാനുള്ള സമയമായിട്ടൊന്നുമില്ല, കുറച്ചുകൂടെ സമയമൊക്കെ ഉണ്ട് എനിക്കറിയാം. നിങ്ങൾ അക്ഷമരായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് അങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ച് ഇതുണ്ടോ എങ്ങനെ വരയ്ക്കുന്നത്, ചുമ്മാ ഒരു സംഭവം. ഷോർട്ട് മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റ് തമ്മിലുള്ള ബന്ധം. പിന്നെ നമുക്ക് തിയറി ഓഫ് ലോങ് റൺ കോസ്റ്റിലേക്ക് വന്നേക്കാം. അതിൻ്റെ ഇതുണ്ട് ഇങ്ങനെ കുറേ സംഭവം. ഷോർട്ട് റൺ കോസ്റ്റ് വരച്ചിട്ട് ഏറ്റവും അവസാനം ഒരു എൻവലപ്പ് കർവ് വരയ്ക്കണം. ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ കിളിക്കൂട് പോലെയാണെന്ന് നിങ്ങൾ പറയും. ആവറേജ് കോസ്റ്റുകളിലെ എല്ലാം ഒരു എൻവലപ്പാണ് ഏത് ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ഡയഗ്രത്തെ ചുമന്ന് പരിചയപ്പെടുത്തും കേട്ടോ. പിന്നെ ഇതെല്ലാം നമുക്ക് അതിൻ്റെ കൂടെ ലോങ് റൺ മാർജിനൽ കോസ്റ്റും കൂടെ കൊള്ളുന്നപ്പോഴാണ് ഡയഗ്രം അങ്ങനെയത്. ഇതെല്ലാം മോഡേൺ തിയറി. സോസർ ഷേപ്ഡ് സോസർ കണ്ടോ, ലോങ് റൺ വരുമ്പോൾ എൽ ഷേപ്ഡ് കണ്ടോ, L shaped long run cost. Okay, so all these are the important type of costs under traditional theory as well as in the modern theory. So ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ കോസ്റ്റ് കർവ് നമ്മൾ നന്നായിട്ട് പഠിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ
ഇനി മാർക്കറ്റൊക്കെ അടുത്ത സെമി വരും. അപ്പോൾ അതിനകത്ത് കോസ്റ്റ് അറിഞ്ഞാലേ നമുക്ക് മാർക്കറ്റ് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ കോസ്റ്റ് കർവ് ഇത്ര പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയും. നമുക്ക് ശരിക്കും മാർക്കറ്റ്, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒളിഗോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഇങ്ങനെയുള്ള സംഭവം പറയണമെങ്കിൽ നമ്മൾ കോസ്റ്റ് കർവ് നന്നായിട്ട് പഠിക്കേണ്ടി വരും. കോസ്റ്റിൻ്റെ സ്ലോപ്പ്, ഏത് കോസ്റ്റിന് ഏത് കോസ്റ്റ് കിട്ടി, പിന്നെ എങ്ങനെയാണ് ഈ കോസ്റ്റിനെ നമുക്ക് അരിത്മെറ്റിക്കായിട്ട് നമ്മൾ എങ്ങനെ കാണേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ബേസിക് ആയിട്ടുള്ള ഈ കോസ്റ്റ് കർവിനുള്ള ടോപ്പിക്ക് നമ്മൾ പഠിക്കണം. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് തൽക്കാലം നിർത്താം. അടുത്ത ക്ലാസ്സിൽ